ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. 2025 അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ പഴം പുഴുങ്ങാനായിട്ട് ഗ്യാസ് കയറ്റി പഴം പുഴുങ്ങാൻ വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ചായ ആക്കിയിട്ടില്ല. ഞാൻ കുറച്ച് വേഗം ആകാം വെച്ചാൽ ലേറ്റായി. അപ്പം എല്ലാവർക്കും ചായ ഉള്ള ഒരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് അതിങ്ങനെ ഇതാവും. 2 പേർക്കുള്ളതാണ്. മീറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഒരു ഷെയ്ഡായിട്ട് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ നന്നായിട്ട് വീട്ടിലൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല. അതിനുള്ളിൽ നമ്മൾ കുറച്ച് പുതിയില, മല്ലിയില, ഉപ്പ്, കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നെയ്യൊക്കെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എത്ര നെയ്യൊക്കെ കഴിക്കും കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം, എപ്പോഴും ഇല്ല. ഇന്ന് ചായയും സാൻഡ്വിച്ചായി. വേഗം കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. എന്നിട്ട് വേണം അടുത്ത പണികൾ. നമുക്ക് സാൻഡ്വിച്ചൊക്കെ കഴിക്കാം. വിശന്നിട്ട് വയ്യ. ഞാൻ ഓരോന്ന് എടുക്കട്ടെ. ഞാൻ കഴിക്കാൻ പോട്ടെ. നേരെ എത്തി. എത്തി. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്. കുറച്ച് നാളികേരം ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പം അതിനുള്ള കുറച്ച് മതി. കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് നല്ല നാളികേരം വറുത്ത് എണ്ണ നേരത്തെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഞാൻ അതിൻ്റെ വറുത്തത് ഇത്രയും മതി. നല്ല പോലെ വറുത്ത് കിട്ടണം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സാധാരണ ഇത്തിരി എരിവുള്ള ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചുമക്ക് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കണം. തണുക്കുമ്പോഴേക്കും നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. ഇത് തണുത്തിട്ട് വരട്ടെ. ഇത് ആദ്യം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്ന് മുളകൊക്കെ ഒന്ന് ചൂടായി കിട്ടുമ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊക്കെ വരാം. നമുക്ക് വെണ്ടയ്ക്ക വറുത്തെടുക്കാം. വെണ്ടയ്ക്ക തീയലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇങ്ങനെ കോരിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് അതിലേക്ക് സവാള ഇടാം. കുറച്ച് സവാള കൂടി ഞാൻ ചെറിയുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ സവാളയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടിയാൽ മതി.
അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് പുളി പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം കുറ്റനൊന്നുമില്ല ഇതിൽ. കുറച്ച് പുളിവെള്ളം. ഈ പുളിവെള്ളം ഒന്ന് തിളക്കട്ടെ നന്നായിട്ട്. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കറിയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഒക്കെ ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെന്ന് കഷ്ണം ചേർത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ്. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വറുത്ത് വെച്ച വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. പുളി തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരച്ചു വെച്ചത്, ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചത്. കണ്ടോ? അരച്ചു വെച്ചത് പുളിവെള്ളം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. കുറച്ച് നമുക്കിത് കഴുകി ഒഴിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ലേശം വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. കയ്യൊക്കെ കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് ഇത്തിരി കയ്യൊക്കെ റെഡിയാക്കണ്ടേ. ഇത്തിരി വെള്ളം വേണം. നല്ലപോലെ അങ്ങനെ കുറുകി ചാറായി. വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒന്ന് നാളികേരത്തിൻ്റെ തിളയ്ക്കണ്ടേ, അപ്പം അതിന് വേണ്ടി കുറച്ച് വെള്ളം. അപ്പം ചീനച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് കറി അങ്ങ് സെറ്റാക്കാം. കുറച്ച് പച്ചമുളക് ഇങ്ങനെ നന്നായിട്ട് ചേർത്ത് തിരക്കായി ഞാൻ കുറച്ച് ഉള്ളിയും ഞാനേ പയറും ഉണ്ണിപ്പിണ്ടിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഏട്ടൻ്റെ കൂടെ കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും കാണണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി കൂടി ആവശ്യത്തിന് കേട്ടോ. കുറച്ച് മുളക് പൊടി. ഇനി അത് ഈ ചീനിച്ചിട്ട് പെട്ടെന്ന് ചൂടാവുന്നതാണ്. അത് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുർഗിയൊക്കെ പിടിക്കുന്നത്. ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ചോറായി, തീയലായി, ഉണ്ണിപ്പിണ്ടി കറിയായി, പിന്നെ ഇന്നലെ നമ്മൾ വെച്ചായാലോ കറി ബാക്കി എടുത്തുകൊണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വേണ്ടി ലഞ്ച് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ശരി. കുക്കിംഗ് ഉണ്ണിപ്പിണ്ടി, നമ്മുടെ ഉണ്ണിപ്പിണ്ടി, പയറ്, തീയല് ഒക്കെ ആയി. പിന്നെ തലേ ദിവസത്തെ മീൻകറി, ചോറ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.